എനിക്കിഷ്ടമാണ് ഹൃദയ. താനിത് ഏത് ലോകത്താ? ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കേ. സോറി, പറഞ്ഞോ. ഹൃദയ, വളച്ചു ചുറ്റിലില്ലാതെ ഞാൻ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കിഷ്ടമാണ് ലാവണ്യെ. ആക്ച്വലി ഇഷ്ടം പെട്ടെന്ന് പൊട്ടുമുളച്ചുണ്ടായതൊന്നുമല്ല. ലാവണ്യെ പലപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആറ്റിറ്റ്യൂഡും എല്ലാത്തിനോടുള്ള പുച്ഛവും. ഐ ഫൗണ്ട് ഹർ ഇൻട്രസ്റ്റിംഗ്. അവളിലേക്ക് എത്താൻ ഞാനൊരു വഴി അന്വേഷിച്ചിരിക്കുമായിരുന്നു. അപ്പോഴും ആ പ്രോഗ്രാമും മറ്റൊന്നും സ്ക്രിപ്റ്റ് റെഡിയാകാതെ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടി വന്നതും ഒക്കെ. ആ ഒരു ഡീൽ അവളെ കൂടുതൽ അറിയാൻ എനിക്കൊരു പിടിവള്ളിയായെങ്കിലും ആക്സിഡന്റിലേക്ക് കിട്ടിയ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതെനിക്കൊരു ട്രഷറായിരുന്നു. അവൾക്ക് വേണ്ടിയാണെങ്കിലും ഐ ഗോ യു. യു ആർ സച്ച് എ ഗുഡ് ഹ്യൂമൻ. സത്യം പറയാലോ, തന്നെ കിട്ടുന്നവൻ 100 ജന്മം പുണ്യം ചെയ്തിട്ടുണ്ടാകണം. അത് പറഞ്ഞപ്പോഴാ, എടോ ആ തീയുടെ പുറകെ പോകണ്ടെന്ന് ആ പൊതിയോട് പറഞ്ഞേരെ. അതാ മനീഷ് കാണിച്ച പണിയാ. ഞാൻ കണ്ടുപിടിച്ചു. അവന് 2 കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ്. താനെന്താ ഒന്നും മിണ്ടാത്തെ? പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഒട്ടും ചിന്തിച്ചിരുന്നില്ല. നിങ്ങൾ ഏതു നേരവും അടിയായിരുന്നല്ലോ. അതവളുടെ ഓരോ കുറുമ്പ് കാണാനല്ലേ. കുരുപ്പ്. യു റിയലി ലവ് ഹർ. അതിനല്പം പോലും സംശയം വേണ്ട. ഹർ ക്രേസിനെസ്, ആ പൊട്ടച്ചിരി, ക്യൂട്ട്നെസ് എല്ലാം എനിക്കിഷ്ടം. അതെ, ഷീസ് ക്യൂട്ട്. പ്രഭാത് എന്നാ അവളോടത്ത് പറയുന്നത്? ഇന്നെങ്കിൽ ഇന്ന്. പക്ഷെ അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്കൊരു ഊഹമില്ല. അതാണിപ്പോൾ എന്നെ അലട്ടുന്ന പ്രശ്നം. ഏതു നേരവും എന്നോട് കൊമ്പുകോർക്കലാണല്ലോ. ഞാൻ കയറി പ്രപ്പോസ് ചെയ്താലും അവൾ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. പിന്നെ അത് വെച്ച് എന്നെ ടോർച്ചർ ചെയ്യും. അവിടാണ് എനിക്ക് തന്റെ ഹെൽപ്പ് വേണ്ടത്. ഞാനെന്ത് ചെയ്യാനാ? ജസ്റ്റ് അവൾക്കൊരു ഊഹം കൊടുക്കാൻ. ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ അതൊരു ഡ്രാമയല്ലെന്ന് അവൾക്ക് ബോധ്യം ഉണ്ടാവാൻ. മോർ ദാൻ ദാറ്റ്, അവൾക്ക് എന്നോടുള്ള മനോഭാവം മനസ്സിലാക്കാൻ. താൻ എനിക്ക് വേണ്ടി അത് ചെയ്യില്ലേ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേടോ. ഒരു ദൂതാകാൻ എന്നേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ? ആ കാട്ടുവാക്കാന് കിട്ടുന്നവൾക്ക് ഒരു അവാർഡ് കൊടുക്കണം. നിനക്ക് ഈ ഇടയായിട്ട് സ്വപ്നം കാണൽ ഇച്ചിരി കൂടുതലാട്ടോ. രാവൊന്നും പകലൊന്നുമില്ല. ലവി, ഇവിടെ ഇരുന്നേ. കുറച്ചു നേരത്തേക്ക് നീ നിന്റെ കളിയും ചിരിയൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എന്താടി? വാട്ട് ഇഫ് പ്രഭാത് പ്രപ്പോസ് ചെയ്യും? ലവി, സ്റ്റോപ്പ്. ലവി, ചിരിക്കാതെ കാര്യം പറ. നീ പിന്നെ തമാശ പറയാൻ ചിരിയല്ല, കരച്ചിൽ വരുമോ? നിന്നോട് ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കേ? വാട്ട് ഇഫ് ഐ നീഡ് യുവർ എക്സാക്ട് റിയാക്ഷൻ? പ്ലീസ് ഹൃദയ, അങ്ങനെയൊന്നും ചോദിക്കരുത്. അതെന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഭാത് എന്നിൽ നിന്ന് വളരെ അകലെയാണ്. എനിക്കൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു സ്വപ്നം. സോ ബെറ്റർ അതേപറ്റി ചിന്തിക്കാത്തതല്ലേ? ലവി, ഡു യു ലവ് ഹിം? മുഖത്ത് നോക്കടി. സോറി ഹൃദയ, നിന്റെ കൂടെ കൂടിയതിനു ശേഷം ഞാൻ ഒരു കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കാര്യം മാത്രമാണ്. അവനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായിടെ. പിന്നെ എന്തിനാ നീ ഇത്രയും കാലം അവനെ ചീത്ത വിളിച്ചു അവനെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നടന്നത്? എന്തിനാ എന്നെ പൊട്ടിയാക്കിയത്? നിന്നെ പൊട്ടിയാക്കിയതല്ല ഹൃദയ, ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതാ. അവനോടുള്ള സ്നേഹം ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ അവനൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാ. അറിയാതെ പോലും ഒരു പ്രതീക്ഷ ഉണ്ടാകരുതെന്ന് എനിക്ക് വാശിയായിരുന്നു. നിരാശ മാത്രമാണ് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത്. അവൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പിന്നെ എന്തിനാടി നീ പറഞ്ഞത്? അങ്ങനെ തോന്നിയിട്ട് എന്നോട് ഏത് നേരം അടിയും പിടിയും. പക്ഷെ നീ അവന് സ്പെഷ്യലാ. നീ സ്നേഹിക്കുന്ന പോലെ അവന് നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ പോലും അവനൊന്നും ചിന്തിക്കരുതെന്ന് എനിക്കുണ്ട്. വയ്യടി, വൺ സൈഡ് ലവ് ഈസ് പെയിൻഫുൾ. അതും കിട്ടില്ലെന്ന ബോധ്യത്തോടെ ചിന്തിക്കുമ്പോൾ പ്രാണൻ പോകുന്ന വേദനയാണ്. എന്നാൽ ഇനി അങ്ങനെ ഒരു വേദനയും നീ പേടിക്കണ്ട. He loves you. ഹൃദയ, അവൻ എന്നോട് പറഞ്ഞു.
ഹൃദയ കരയല്ലേ പ്ലീസ്. എന്നിട്ടെന്താ, പിന്നീട് ഐ വാസ് ലൈക്ക് എ തേർഡ് വീൽ. എനിക്കങ്ങ് കോഴ്സ് കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു. എടോ ഒരു സെക്കൻഡ്, ഉം. എനിക്ക് ചിരി വരുന്നു. സോറി, ഞാനിപ്പോ ചിരിക്കും. താൻ ഇത്ര ചിരിക്കാനും വേണ്ടി ഇവിടെ എന്തുണ്ടായി? തന്റെ കഥ കേട്ടപ്പോൾ എന്നാലും മണ്ണും ചാരി നിന്നവള് കൊണ്ടുപോയല്ലോടോ. തനിക്കത് തമാശയായിട്ടാണോ തോന്നിയേ? ഒന്ന് പോടോ, താൻ ഇതിന്നൊക്കെ മോണായി കാണുമെന്ന് എനിക്ക് ഊഹിക്കാലോ. പാസ്റ്റ് വിഡ്ഢിത്തരങ്ങൾ പ്രസന്റ് തമാശകളാകാറുണ്ടല്ലോ. അത് ശരിയായിരിക്കാം, പക്ഷേ മുറിവുകൾ ഉണ്ടാക്കുന്ന അടയാളങ്ങൾ അത് നമ്മളെ പിന്നെയും പിന്നെയും നമ്മൾ അനുഭവിച്ച വേദനകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. വൺ സൈഡ് ലവ് ശരിയാണ്, പെയിൻഫുൾ ആണ്. പക്ഷേ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു പ്രണയം ഒറ്റ നിമിഷം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന അവസ്ഥയിൽ വരുന്നത് മരണവേദനയേക്കാൾ വലുതാണ്. അതിന്ന് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കോഴ്സ് കഴിഞ്ഞ് താൻ പിന്നെ അവരുമായിട്ട് എങ്ങനെയായിരുന്നു? വി ഹാവ് ടു പ്രിറ്റൻഡ്, റൈറ്റ്? അവിടെ പ്ലേസ്മെന്റ് വഴി ഒരു കമ്പനി കയറി. പ്രഭാത് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഒരു മ്യൂസിക് കമ്പനിയും സ്റ്റാർട്ടാക്കി. എന്നോട് അതിന്റെ പാർട്ടാകാമോ എന്നൊക്കെ ചോദിച്ചു. മൂവ് ഓൺ ചെയ്യുന്നത് എന്റെ ആവശ്യമായതുകൊണ്ട് ഞാനത് രണ്ടാമത് പോലും ചിന്തിക്കാതെ നിരസിച്ചു. ഞാൻ പിന്നീട് ഒരു 1 year കോഴ്സ് ജോയിൻ ചെയ്തു, മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ. 1 year കഴിഞ്ഞപ്പോൾ അവരെന്നെ അവരുടെ കല്യാണത്തിന് വിളിച്ചു. അപ്പോഴും we had a good contact. രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ ഭക്തജന പരിപാല പരിദർശന ജാല ഭുക്തി മുക്തി ദലീല ഭുദേവ പാല സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ. ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷേ അവരുടെ ലോകത്ത് പിന്നെയും തുടർന്നാൽ എനിക്ക് എന്നെ നഷ്ടമാകുമെന്ന് മനസ്സിലായി. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതായിരുന്നു അവരോടും എന്നോടും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം. പിന്നെ ഞാൻ എന്റെ നാട്ടിലേക്ക് പോയി, എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അരികിലേക്ക്. എന്റെ ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു അച്ഛൻ. അച്ഛനായിരുന്നു എന്റെ ലോകം. എന്റെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ പറ്റാഞ്ഞൊരിടമാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ MBA കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിലേക്ക് പോയിരുന്നില്ല. 1 വർഷത്തെ ഒരു കോഴ്സ് അത്യാവശ്യം ചെയ്താലേ ജോലി നോക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ കൂടി, എന്റെ ഉള്ളിലെ തീയൊന്ന് അടങ്ങാൻ. പക്ഷേ അന്ന് ആ കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ മാറിൽ ഒളിച്ചിരിക്കണമെന്ന് ചിന്ത വന്നോളൂ. മതി മതി നിന്റെ സ്നേഹപ്രകടനം എല്ലാം പ്രഹസനോ. എത്ര വർഷമായി, ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ. ഒരിക്കലല്ല, ഒരുപാട് തവണ തോന്നിയിരുന്നു. പക്ഷേ പോട്ട്, അച്ഛൻ വിഷമം കൊണ്ട് പറഞ്ഞതാ. വേഗം പോയി കുളിച്ചു വന്നേ, ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതാ ഉണ്ടാക്കിയിരിക്കുന്നേ. കോലം നോക്ക്, വല്ലാണ്ട് ക്ഷീണിച്ചു പോയി നീ. അമ്മു വന്നല്ലോ. നീ എന്തേ വരാഞ്ഞതെന്ന് ആലോചിച്ചതേ ഉള്ളൂ. പാക്കരേട്ടനാ പറഞ്ഞ് അമ്മു വന്നിട്ടുണ്ടെന്ന്. അറിയാം, ഞാൻ അറിയിക്കാതെ തന്നെ നീ മണം പിടിച്ചെത്തുമെന്ന്. അതൊന്ന് കാണാൻ വേണ്ടി മനഃപൂർവ്വം പറയാഞ്ഞതാ. അവന്റെ ചിരി നോക്ക്. നീ വരൂ എന്നുള്ള വിശ്വാസത്തിൽ നിനക്കൂടെ ഞാൻ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മു എന്താ ഒന്നും മിണ്ടാത്തത്? മനുവേട്ടൻ പറയാനൊരു ഗ്യാപ്പ് തരണ്ടേ? മനുവേട്ടന് സുഖമാണോ?
അമ്മു ഇല്ലാത്തതിന്റെ സൂക്കറവേ ഉള്ളൂ. മനുവേട്ടന് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് അലുവ. എന്തോ നട ആദ്യമായിട്ട് അലുവ കാണുന്ന പോലെ. ഓ അച്ഛ, മനുവേട്ടന്റെ അലുവ ജീവനാണെന്നറിയില്ലേ? പക്ഷെ അമ്മുവിന്റെ അത്ര ഇല്ല. അതാരോടോ ആ അലുവാക്കുമാരൻ? അലുവ കുമാരനോ? മനുവേട്ടൻ. അത് അപ്പച്ചിയുടെ മോന മനുവേട്ടൻ. ശരീരത്തിനനുസരിച്ച് ബുദ്ധി വളർച്ച എത്താത്ത ആളായിരുന്നു. എന്നും പറഞ്ഞ് തീരെയും ബുദ്ധി കുറവാണെന്നല്ല, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അച്ഛൻ്റെ ഒരു അംഗസംഖ്യ കൂടുതലുള്ള കുടുംബമാണ്. അച്ഛന് 2 ചേച്ചിമാരും 1 ചേട്ടനും 3 അനിയത്തിമാരും. ഇതിൽ ആദ്യത്തെ അനിയത്തിയുടെ മോനാണ് മനുവേട്ടൻ. മനുവേട്ടന് ഒരു അനിയനും കൂടിയുണ്ട്. അപ്പച്ചിയുടെ ഭർത്താവ് പട്ടാളത്തിലായിരുന്നു. ഇളയവന് 10 വയസ്സുള്ളപ്പോൾ മാമ മരിച്ചു. മനുവേട്ടൻ അങ്ങനെയും കൂടി ആയതുകൊണ്ട് അപ്പച്ചി പിന്നെ ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. മനുവേട്ടൻ പോകെ പോകെ ഒരു ഭാരം പോലെ. പാവം, പക്ഷെ അമ്മയെന്ന് പറഞ്ഞ് നടപ്പായിരുന്നു. മനുവേട്ടന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അന്ന് മുതൽ എന്റെ കൂടെ കൂടിയത്. മനുവേട്ടന് അമ്മയേക്കാൾ ഇഷ്ടം അലുവയായിരുന്നു. പക്ഷേ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അലുവയേക്കാൾ മനുവേട്ടന് ജീവൻ എന്നെയായിരുന്നു. എടാ മനു, നിനക്ക് വയറ് നിറച്ച് അലുവ വാങ്ങിത്തരാം. ഈ ഈർക്കിലി പെണ്ണിനെ ഞങ്ങളുടെ കൂടെ നിർത്ത്. ഇവൻ നിന്റെ കൂടെ വരും, അലുവയും വാങ്ങിത്തരും. വേണ്ട, എനിക്ക് അലുവ വേണ്ട. എടോ, താൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ട് ഈ ചിന്തിച്ചു പോകുന്നേ? കഥയുടെ ഫ്ലോ പോകുന്നടോ. മനുവേട്ടൻ ശരിക്കും ബോധത്തോടെ അല്ലെങ്കിലും എന്നെ ഏത് വിഷമങ്ങളിൽ നിന്നും പിടിച്ചു കയറ്റിയിടുന്നത് മനുവേട്ടനായിരുന്നു. പ്രഭാതിനെ ലാവണ്യയും ഒരു പരിധിവരെ എന്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റാൻ മനുവേട്ടൻ എന്നെ സഹായിച്ചു. അമ്മു, ഇത് എവിടുന്നാ മനുവേട്ട ഇത്രയും താമര? നമ്മുടെ തറവാടിന്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഒരു താമരക്കുളമുണ്ട്. അവിടുന്ന് അമ്മുവിന് വേണ്ടി ഞാൻ പറിച്ചതാ. എന്തിനാ മനുവേട്ട? വല്ല സംഭവിച്ചായിരുന്നെങ്കിലോ? അമ്മുവിന് വേണ്ടിയല്ലേ. ഇനി അമ്പിളിയമ്മനെ പിടിക്കണമെന്ന് വെച്ചാൽ ഞാൻ അതും ചെയ്യും. അതെന്തേ? അമ്മുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായുണ്ട്. നിന്റെ നിലാചന്തം പിന്നിൽ നിന്നെന്റെ കണ്ണു പൊത്തുമ്പോൾ എന്നെ മറന്നു ഞാൻ. നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാ എൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മധുമലർമണി തട്ടിലിൽ. അമ്മ പോ, മനുവേട്ടൻ പിണക്കോ? ഇങ്ങനെ പോവാനാണോ വന്നത്? എന്നോടൊപ്പം കൊറേ കളികൾ കളിക്കാന്ന് പറഞ്ഞതല്ലേ. അതിന് ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ മനുവേട്ട. ജോലിക്ക് വേണ്ടി 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങ് പോരില്ലേ? ഇല്ല, അമ്മുന് ജോലിയും കിട്ടും, അവിടെ അങ്ങ് കൂടുകയും ചെയ്യും. ഇങ്ങോട്ട് വരില്ല, എനിക്കറിയാം. മനുവേട്ടന്റെ നാവ് പൊന്നാവട്ടെ. അമ്മു ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരു ജോലിക്ക് വേണ്ടിയല്ലേ? അമ്മു ജോലിക്ക് പോയാലല്ലേ നിറയെ കാശുണ്ടാക്കാൻ പറ്റൂ. അപ്പൊ എനിക്ക് ഒരുപാട് അലി വാങ്ങി തരുവോ? പിന്നില്ലാതെ വയറ് പൊട്ടുന്നവരെ വാങ്ങി തരുമല്ലോ. അപ്പോൾ അമ്മു പോയിട്ട് വരട്ടെ. കഴിഞ്ഞില്ലേ 2ന്റെ യാത്ര പറച്ചില്? വാ മോളെ, ട്രെയിനിന് സമയമാകുന്നു. അച്ഛാ, നന്നായി വാ, എല്ലാം ശരിയാകും. സിഒ നല്ല സ്ട്രിക്റ്റ് ആണെന്നാ കേട്ടത്. പുള്ളിയുടെ പേഴ്സണൽ സെക്രട്ടറി പ്രഷർ കൊണ്ട് റിസൈൻ ചെയ്തതെന്ന്. ആർക്കാണോ എന്തോ ഇനി ആ വിധി. ഇത്ര പേടിയാണെങ്കിൽ ഇന്റർവ്യൂവിന് വന്നത് എന്തിനാ? സാലറി, ഇത്രയും സാലറി വേറെ എവിടെയെങ്കിലും കിട്ടും. മിസ്റ്റർ മാധവ നാരായണൻ, ഞാൻ ചെല്ലട്ടെ. മിസ് ഹൃദയ സുരേഷ്. എന്തായി? സിഒ ഇല്ലായിരുന്നു, സാർ എത്തിയിട്ടില്ല. എവിടെ മീറ്റിംഗിന് പോയേക്കുവാണെന്ന്. അതുവരെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, ബയോഡേറ്റ, ചുമ്മാ ഫോർമാലിറ്റീസ്. Excuse me, sorry for the inconvenience. CEO will arrive soon, so be prepared.
ആരാ അത്? തോട്ടിൽ കയറി വെടിവെക്കുന്ന എന്തിനാ? ഞാനല്ല, താനാ ഫ്ലോ കളയുന്നേ. സോറി സോറി സോറി, ബാക്കി പറയടോ. മനസ്സില്ല. എടോടോ ചതിക്കല്ലേ, പറ ആരാ അത്? ആ കമ്പനിയുടെ CEO. കളിക്കാതെ കാര്യം പറയടോ. നീ പോടാ കൊച്ചേർക്ക.